ശ്രീകുട്ടി, കറണ്ട് പോയല്ലോ. മോളിങ്ങ് വാ. അച്ഛാ, കറണ്ട് എപ്പഴാ വരുന്നേ? എന്തിനാ? കാർട്ടൂൺ കാണാനാ? അങ്ങനെ എപ്പോഴും കാർട്ടൂൺ കാണണ്ട, കണ്ണിന് ചീത്തയാ. എന്നാ അച്ഛനൊരു കഥ പറഞ്ഞതാ. എന്നും നാളെ പറയാന്ന് പറഞ്ഞ് പറ്റിക്കുന്നല്ലേ? കഥയോ? കഥ കഥ അച്ഛൻ നാളെ പറഞ്ഞുതരാം മോളെ. വേണ്ട, ഇപ്പൊ പറയണം. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ എങ്ങനാ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, ഒരു കഥയുണ്ട്, പക്ഷെ മോള് ശ്രദ്ധിച്ച് കേൾക്കണേ. പണ്ട് പണ്ട് ഒരിടത്തൊരിടത്ത് ഒരു കാറ്റുണ്ടായിരുന്നു. നല്ല ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു ആ കാറ്റിന്. ശബ്ദം മാത്രമല്ല, രാഗവും താളവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കാലം അലഞ്ഞു നടന്ന കാറ്റ് ഒരിക്കലൊരു മനുഷ്യരൂപം എടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പാടാൻ തുടങ്ങി. പതിയെ പതിയെ അവൻ്റെ സംഗീതം എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതെല്ലാവർക്കും പ്രിയപ്പെട്ടതായി. അവൻ്റെ പാട്ട് കഴിയുമ്പോൾ അവനെ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഒരുപാട് പേര് അവന് ചുറ്റും കൂടുമായിരുന്നു. പക്ഷേ അതൊന്നും കാണാനുള്ള ഭാഗ്യം കാറ്റിനില്ലായിരുന്നു. കാരണം അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലായിരുന്നു. അവനാകെ ഉണ്ടായിരുന്നത് ആ ശബ്ദവും താളവും മാത്രമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അതുവഴി കടന്നുപോയൊരു മിന്നൽ അവൻ്റെ പാട്ട് കേട്ടു. അവൻ്റെ മധുരമുള്ള ശബ്ദവും ആ ശബ്ദത്തിലുള്ള സംഗീതവും അവളെ ഹരം കൊള്ളിച്ചു. അവനെ ഒന്ന് അടുത്ത് കാണാനും അവൻ്റെ പാട്ട് കേൾക്കാനുമായി മിന്നലും താഴേക്ക് ഇറങ്ങി വന്നു. പതിവ് പോലെ പാട്ട് കഴിഞ്ഞ് എല്ലാവരും അവനെ അഭിനന്ദിക്കുന്നത് കണ്ട് മിന്നലും അവൻ്റെ അടുത്തേക്ക് പോയി. പക്ഷേ അവൻ്റെ മുന്നിലെത്തിയപ്പോഴാണ് അവൾ ഓർത്തത്, കാറ്റിനെ അഭിനന്ദിക്കാൻ തനിക്ക് ശബ്ദമില്ലല്ലോ. അവൾക്കാകെ ഉണ്ടായിരുന്നത് കാഴ്ചയും വെളിച്ചവും മാത്രമായിരുന്നു. അന്ന് തൻ്റെ അഭിനന്ദനം അവനെ അറിയിക്കാൻ പറ്റാതെ അവൾക്ക് മടങ്ങേണ്ടി വന്നു. പക്ഷെ തിരിച്ചു പോന്നിട്ടും മിന്നലിന് കാറ്റിനെയും അവൻ്റെ ശബ്ദത്തെയും മറക്കാൻ കഴിഞ്ഞില്ല. അവൾ പിന്നെ എല്ലാ ദിവസവും കാറ്റിനെ കാണാനും അവൻ്റെ സംഗീതം കേൾക്കാനും പോയി. പാട്ട് കഴിഞ്ഞ് കാറ്റ് തിരികെ പോകുമ്പോൾ മിന്നലും അവൻ്റെ ഒപ്പം നടന്നു. എന്നാൽ മിന്നൽ തൻ്റെ കൂടെ ഉണ്ടെന്ന് കാണാൻ അവന് കാഴ്ചയോ ഞാൻ തൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ അവൾക്ക് ശബ്ദമോ ഇല്ലായിരുന്നു. എങ്കിലും പിന്നെയുള്ള എല്ലാ ദിവസവും ഒരുമിച്ചുള്ള ഈ പോക്ക് മിന്നൽ പതിവാക്കി. ഒടുവിൽ ഒരു ദിവസം തൻ്റെ ഇഷ്ടം കാറ്റിനോട് പറയാൻ മിന്നൽ തീരുമാനിച്ചു. പതിവ് പോലെ പാട്ട് കഴിഞ്ഞ് തിരിച്ചുപോയ കാറ്റിൻ്റെ കൂടെ അവൾ നടന്നു. അന്ന് അവൾ പല രീതിയിൽ കാറ്റിനെ തൻ്റെ സാമീപ്യം അറിയിക്കാൻ ശ്രമിച്ചു. മുന്നിൽ ഇരുട്ട് മാത്രമുള്ള കാറ്റുണ്ടോ ഇതുവല്ലോ അറിയുന്നു. അന്ന് അവൾ ആകെ മടുത്ത് തിരികെ പോയി. പക്ഷെ ശ്രമോപേക്ഷിച്ചില്ല. ആ രാത്രി മിന്നൽ ഉറങ്ങിയില്ല. അങ്ങനെ ആലോചിച്ച് അവൾക്ക് തൻ്റെ ഇഷ്ടം അറിയിക്കാൻ ഒരു ഉപായം കിട്ടി. പിറ്റേ ദിവസം പാട്ട് കഴിഞ്ഞ് തിരികെ പോയ കാറ്റിനെ അവൾ പിന്തുടർന്നു. ആളൊഴിഞ്ഞ ഒരു ഇടവഴിയിൽ വെച്ച് മിന്നൽ കാറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ച് അവന്റെ മുന്നിലെത്തി. അവൾ കാറ്റിന് അഭിമുഖമായി നിന്ന് പ്രകാശിക്കാൻ തുടങ്ങി. മിന്നലിന്റെ ചെറിയ പ്രകാശത്തിൽ പോലും
മനുഷ്യർ ഭയന്ന് വിറയ്ക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട്. മിന്നൽ തൻ്റെ സർവ്വശക്തി എടുത്ത് പ്രകാശിച്ചു. കാറ്റ് അവളുടെ അടുത്തെത്തി, അവളുടെ തൊട്ടു മുന്നിലായി വന്നു. മിന്നലിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഇതാ തൻ്റെ കാറ്റ് തന്നെ തിരിച്ചറിയാൻ പോകുന്നു. അവൾക്ക് കാറ്റിനെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. അവൻ്റെ ആ ശബ്ദത്തിൽ തൻ്റെ പേരെന്ന് വിളിക്കുന്നത് കേൾക്കാൻ മിന്നൽ കൊതിച്ചു. എന്നാൽ മുന്നിൽ എന്തോ തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കിയ അടുത്ത നിമിഷം കാറ്റൊരു വശത്തേക്ക് മാറി അവളെ കടന്ന് മുന്നോട്ട് പോയി. ഒറ്റ നിമിഷം കൊണ്ട് ജ്വലിച്ചു നിന്നിരുന്ന മിന്നൽ ഇല്ലാണ്ടായി. മിന്നൽ തിരിഞ്ഞ് കാറ്റിനെ നോക്കി. അവൻ ഒന്നും അറിയാതെ തൻ്റെ യാത്ര തുടരുകയാണ്. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ചെയ്തിട്ടും അവന് തന്നെ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും തങ്ങളുടെ പ്രണയം സാധ്യമാകാൻ പോകുന്നില്ലെന്ന് അവൾ വേദനയോടെ മനസ്സിലാക്കി. ആ വഴിയിൽ വെച്ച് കാറ്റിന് വേണ്ടിയുള്ള മോഹം എന്നേക്കുമായി അവസാനിപ്പിച്ച് മിന്നൽ തിരിഞ്ഞു നടന്നു. താനിനി ആർക്കു വേണ്ടിയും പ്രകാശിക്കില്ലെന്ന് അന്ന് അവൾ ശപഥം ചെയ്തു. അങ്ങനെ ആ ഒരേ വഴിയിൽ കാറ്റും മിന്നലും എതിർ ദിശയിലേക്ക് നടന്നു. പാവം മിന്നല്. അപ്പൊ കാറ്റൊരിക്കലും മിന്നലിനെ തിരിച്ചറിഞ്ഞില്ലേ അച്ഛാ? ആഗ്രഹം മതിയാക്കി തിരിഞ്ഞു നടന്ന മിന്നല് പെട്ടെന്ന് പിറകിൽ നിന്നൊരു വിളി കേട്ടു. മിന്നലേ! എന്നും തൻ്റെ ഒപ്പം നടന്നിരുന്ന മിന്നലിനെയും അവളുടെ സ്നേഹത്തെയും തിരിച്ചറിയാൻ കാറ്റിന് അവൻ്റെ കാഴ്ചയോ അവളുടെ ശബ്ദമോ ആവശ്യമില്ലായിരുന്നു. അവളുടെ പ്രണയത്തെ അവനോളം മനസ്സിലാക്കിയ മറ്റൊരാൾ വേറെ ഇല്ലായിരുന്നു, അവൾ പോലും. ശബ്ദവും കാഴ്ചയും ഒന്നും വേണ്ടാത്ത പരസ്പരമുള്ള ആ തിരിച്ചറിവായിരുന്നു അവരുടെ പ്രണയം. അതായിരുന്നു കാറ്റും മിന്നലും പ്രണയിച്ച കഥ. പിന്നെ അവർക്ക് എന്ത് പറ്റി അച്ഛാ? പിന്നെ അവർ ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിച്ചു. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു കൊച്ചു മിന്നലിനെ കാറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മിന്നൽ തിരിച്ച് ആകാശത്തിലേക്ക് പോയി. പക്ഷെ ഇപ്പോഴും മഴയുള്ള ദിവസങ്ങളിൽ കാറ്റിൻ്റെ പാട്ട് കേൾക്കാൻ മിന്നൽ വരാറുണ്ട്.